ഗുഡ് മോർണിംഗ്. ബോട്ടണി ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ 3 ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററായ റീപ്രൊഡക്ഷൻ ഇൻ ഓർഗാനിസംസിലെ ലൈഫ് സ്പാൻ, ടൈപ്സ് ഓഫ് റീപ്രൊഡക്ഷൻ, എസെക്ഷുവൽ, സെക്ഷുവൽ ആൻഡ് വെജിറ്റേറ്റീവ് ടൈപ്സിനെ പറ്റി പറഞ്ഞു. അതിൽ സെക്ഷൽ റീപ്രൊഡക്ഷൻ്റെ ഇവൻറ്റ്സ് ആണ് നമ്മളിന്ന് പറയുന്നത്. അതിൽ കുറച്ച് കാര്യങ്ങൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു, ഒന്നുകൂടി അതൊന്ന് പറയാം. ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ. സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇവൻറ്റ്സിനെ 3 ഘട്ടങ്ങളായിട്ട് തിരിക്കാം. അത് പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്, ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് ഗ്യാമീറ്റ് ഫോർമേഷൻ ഓർ ഗ്യാമറ്റോജെനിസിസ്. ഇറ്റ് മേ ബി ഐസോഗ്യാമീറ്റ് ഓർ അനൈസോഗ്യാമീറ്റ്. ദെൻ ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. ഇനി ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. സിൻഗമി എന്ന് ഫെർട്ടിലൈസേഷനെ പറയും. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. ഫെർട്ടിലൈസേഷൻ ഈസ് അതർവൈസ് നോൺ ആസ് സിൻഗമി. ദാറ്റ് മീൻസ് ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ്. ഇറ്റ് മേ ബി എക്സ്റ്റേണൽ ഓർ ഇൻറ്റേർണൽ. അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പഠിക്കും. ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് 2 കാര്യങ്ങളാണ് നടക്കുന്നത്. ഒന്ന് സിൻഗമിയുടെ പ്രോഡക്റ്റായ സൈഗോട്ടിൻ്റെ ഫോർമേഷൻ, അതുപോലെ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ്, എംബ്രിയോ ജെനിസിസ്. ഇത്രയും നമ്മൾ പറഞ്ഞതാണ്. ഇനി നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകാം. ഗ്യാമറ്റോജെനിസിസിൽ നമ്മൾ ഐസോഗ്യാമീറ്റ്സ് ആൻഡ് അനൈസോഗ്യാമീറ്റ്സ് പറഞ്ഞു. ഡിഫറെൻറ്റ് ഓർഗാനിസംസ്, അതിൽ ഏതൊക്കെ ടൈപ്പ് ഓർഗാനിസത്തിൽ ഏതൊക്കെ തരത്തിലാണ് ഗ്യാമീറ്റ് ഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. സിമിലർ ഗ്യാമീറ്റ്സിൻ്റെ ഫ്യൂഷനെ ഐസോഗമി എന്നും ഡിസിമിലർ ഗ്യാമീറ്റ്സിൻ്റെ ഫ്യൂഷനെ അനൈസോഗമി എന്നും പറഞ്ഞിരുന്നു. ഓക്കെ. സോ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഇവൻറ്റ്സ് ഇൻ സെക്ഷൽ റീപ്രൊഡക്ഷൻ പറഞ്ഞു തുടങ്ങിയിരുന്നു. 3 സ്റ്റേജായിട്ട് തിരിക്കാം. പ്രീ ഫെർട്ടിലൈസേഷൻ, ഫെർട്ടിലൈസേഷൻ ആൻഡ് പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ്. ഇനി അതിൻ്റെ ഡീറ്റെയിൽസാണ് നമുക്ക് പഠിക്കാനുള്ളത്. പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആയിട്ട് 2 കാര്യങ്ങളാണ് പഠിച്ചത്. ഒന്ന് ഗ്യാമറ്റോജെനിസിസ്, മറ്റൊന്ന് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ. റീപ്രൊഡക്റ്റീവ് ഇവൻറ്റ്സ് അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് ആണ് എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ദെൻ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് സൈഗോട്ട് ഫോർമേഷൻ ആൻഡ് എംബ്രിയോ ജെനിസിസ്. അതിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചിരുന്നു ഗ്യാമീറ്റ് ഫോർമേഷൻ അല്ലെങ്കിൽ ഗ്യാമറ്റോജെനിസിസ് എന്ന് പറഞ്ഞാൽ ഫോർമേഷൻ ഓഫ് ഗ്യാമീറ്റ്സ് ആണ്. ഗ്യാമീറ്റ്സ് ആർ ഹാപ്ലോയിഡ് സെൽസ് ആൻഡ് ദേ മേ ബി similar or dissimilar. If the gametes are similar, they are called homogametes or isogametes. If they are dissimilar, that is gametes are dissimilar, the condition is called heterogametic condition, or the gametes are called heterogametes or anisogametes. ഇതാണ് ഐസോഗമി ആൻഡ് അനൈസോഗമി. എക്സാമ്പിൾ നമ്മൾ പറഞ്ഞത് ടൈപ്സ് ഓഫ് ഗ്യാമീറ്റ്സ്. ഐസോഗ്യാമീറ്റ്സ് ഓഫ് ക്ലാഡോഫോറയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഒരു ആൽഗയാണിത്. ഇത് ഹെറ്ററോഗ്യാമെറ്റിക് കണ്ടീഷനാണ്. ഹെറ്ററോഗ്യാമീറ്റിൽ എക്സാമ്പിളാണ് ഫ്യൂക്കസ്. ഇറ്റ്സ് അനദർ ആൽഗ ആൻഡ് ദിസ് ഇസ് ഹ്യൂമൻ ബീയിങ്. ഇൻ ദ കേസ് ഓഫ് ഹ്യൂമൻ ബീയിങ്, ഫീമെയിൽ ഗ്യാമീറ്റ് ആൻഡ് മെയിൽ ഗ്യാമീറ്റ്. ഓക്കെ. ഇനി നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസംസ്. നമ്മൾ പറഞ്ഞു സെക്ഷൽ റീപ്രൊഡക്ഷൻ ഇൻവോൾവ്സ് ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ് ഓഫ് 2 ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ്. പക്ഷേ ഇതെല്ലായ്പ്പോഴും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല. അതായത് ഒരു ഓർഗാനിസത്തിൻ്റെ തന്നെ 2 ഗ്യാമീറ്റ്സ് ഉണ്ടാകാം. ഇനി അതെങ്ങനെയൊക്കെയാണ് എന്നാണ് പറയാൻ പോകുന്നത്. സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസംസ്. സെക്ഷുവാലിറ്റി ഇൻ ഓർഗാനിസംസ് എന്ന് പറയുമ്പോൾ നമുക്കത് സെപ്പറേറ്റ് പറയണം, പ്ലാന്റ്സിൻ്റെയും അനിമൽസിൻ്റെയും. ആദ്യം നമ്മൾ പറയുന്നത് സെക്ഷുവാലിറ്റി ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ച കാര്യങ്ങളാണ്, അതുകൊണ്ട് പെട്ടെന്ന് പറയാം. സെക്ഷുവാലിറ്റി ഇൻ ഫ്ലവറിങ് പ്ലാന്റ്സ്. 2 രീതിയാണ് സെക്ഷുവാലിറ്റിയിലുള്ളത്, അതായത് ഫ്ലവറിങ് പ്ലാന്റ്സ് കാണിക്കുന്നത്. ബൈസെക്ഷുവൽ കണ്ടീഷൻ ആൻഡ് യൂണിസെക്ഷുവൽ കണ്ടീഷൻ. ബൈ മീൻസ് 2. That means both male and female reproductive structures are present in the same plant. That is called bisexual. Examples നമ്മൾ പഠിച്ചതാണ് ഇതൊക്കെ. Hibiscus, solanum, brinjal, etc. What is unisexual?
sexes are separate. That means male and female reproductive structures are produced on different plants. Unisexual plants നമ്മൾ പഠിച്ചതാണ്. cucurbits, bitter gourd, papaya, date palm, coconut, etc. So flowering plantsൽ ബൈസെക്ഷൽ ആൻഡ് യൂണിസെക്ഷൽ കണ്ടീഷൻസ് ആകാം. ഇനി ഈ യൂണിസെക്ഷൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഡിഫറെൻറ്റ് പ്ലാന്റ്സിലാണ് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സ്ട്രക്ചേഴ്സ് എന്ന് പറഞ്ഞുവെങ്കിലും അതിന് 2 രീതികളുണ്ട്. നോക്കാം. യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് 2 ടൈപ്പ് ഉണ്ട്. മെയിൽ ഫ്ലവർ ആണെങ്കിൽ അതിനെ സ്റ്റാമിനേറ്റ് ഫ്ലവർ എന്നും ഫീമെയിൽ ഫ്ലവർ ആണെങ്കിൽ അതിനെ പിസ്റ്റിലേറ്റ് ഫ്ലവർ എന്നും പഠിച്ചു. നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. വാട്ട് ആർ സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ്? ഫ്ലവേഴ്സ് ദാറ്റ് ബെയർ ഓൺലി ആൻഡ്രീഷ്യം or the male reproductive part is only present. Example, papaya, coconut, cucurbits. ഇതിലൊക്കെ മെയിൽ ഫ്ലവേഴ്സും ഉണ്ട്, സെപ്പറേറ്റ് ഫീമെയിൽ ഫ്ലവേഴ്സും ഉണ്ട്. പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഗൈനീഷ്യം മാത്രം കാണുന്ന ഫ്ലവേഴ്സാണ് പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ്. ഞാൻ നോക്കിയേ, ഇത് സ്റ്റാമിനേറ്റ് ഫ്ലവറാണ്, ഇത് പിസ്റ്റിലേറ്റ് ഫ്ലവറാണ്. അതായത് ഫ്രൂട്ടായി മാറുന്നത് ഏത് ഫ്ലവറാണോ അതിനെ നമ്മൾ എന്ത് വിളിക്കും? ഫീമെയിൽ ഫ്ലവർ. സോ സെപ്പറേറ്റ്, സെക്സ് സെപ്പറേറ്റ് ആണ്, പക്ഷേ ഇറ്റ് മേ ഒക്കർ ഇൻ സെയിം പ്ലാന്റ് ഓർ ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്. ഞാൻ പറഞ്ഞു യൂണിസെക്ഷൽ കണ്ടീഷൻ സ്റ്റാമിനേറ്റ് ആൻഡ് പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ് എന്ന് പറയുന്നത് ഒരേ പ്ലാന്റിലോ ഡിഫറെൻറ്റ് പ്ലാന്റിലോ കാണാം. നോക്കാം. Unisexual flowers may be present in same plant or in different plants. സെയിം പ്ലാന്റ് ആണ് എങ്കിൽ അതിനെ മൊണീഷ്യസ് എന്ന് വിളിക്കും. കഴിഞ്ഞ വർഷം പഠിച്ചതാണല്ലോ. ആ കണ്ടീഷനെ മറ്റൊരു പേരിലും പറയാം, ഹോമോതാലിക്. ഹോമോ മീൻസ് സിമിലർ, താലസ് എന്നുദ്ദേശിക്കുന്നത് പ്ലാന്റ് ബോഡി എന്ന അർത്ഥത്തിലാണ്. സോ സെയിം പ്ലാന്റിൽ ബോത്ത് സെക്സ് ഓർഗൻസ് ആർ പ്രൊഡ്യൂസ്ഡ് എന്നർത്ഥത്തിലാണ് മൊണീഷ്യസ് എന്ന് പറയുന്നത്. സോ ഹോമോതാലിക് ഓർ മൊണീഷ്യസ് കണ്ടീഷൻ. സോ മൊണീഷ്യസ് പ്ലാന്റിന് എക്സാമ്പിളാണിത് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ടെക്സ്റ്റിലും ഈ ഡയഗ്രാം ഉണ്ട്. കാര എന്ന് പറയുന്ന ഒരു ആൽഗയാണിത്. ഇതിൽ ആന്ത്രീഡിയം അതായത് മെയിൽ സെക്സ് ഓർഗനും ഉണ്ട്, ഊഗോണിയം ഫീമെയിൽ സെക്സ് ഓർഗനും ഉണ്ട്. രണ്ടും ഒരു പ്ലാന്റിൽ തന്നെ ഉള്ളത് കൊണ്ട് അതിനെ എന്ത് വിളിക്കാം? മൊണീഷ്യസ് ആൻഡ് മൊണീഷ്യസ് പ്ലാന്റ് അല്ലെങ്കിൽ ഹോമോതാലിക് പ്ലാന്റ് എന്ന് പറയാം. ഓക്കെ. ഇനി മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ് പ്രസൻറ്റ് ഇൻ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ഓർ ഡിഫറെൻറ്റ് താലേ എങ്കിൽ അതിനെ പറയുന്നത് ഹെറ്ററോതാലിക് ആൻഡ് ഡൈഷ്യസ്. ഹെറ്ററോതാലിക് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഹെറ്ററോ മീൻസ് ഡിഫറെൻറ്റ് പ്ലാന്റ്സിൽ കാണുന്നു എന്നർത്ഥം. അതിന് എക്സാമ്പിളാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളൊരു ബ്രയോഫൈറ്റ് ആണിത്. മാർക്കാൻഷ്യ എന്ന് പറയും. ഇതതിലെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് കാണുന്ന പ്ലാന്റ് ആണ്. ഇത് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ട് കാണുന്ന പ്ലാന്റ് ആണ്. ഇത് ആന്ത്രിഡിയോഫോർ എന്ന് വിളിക്കും. ഈ സ്ട്രക്ചറിനെ ആന്ത്രിഡിയോഫോർ എന്ന് വിളിക്കും. ഇതിനെ ആർക്കിഗോണിയോഫോർ എന്ന് വിളിക്കും. പഠിച്ചത് ഓർമ്മയുണ്ടല്ലോ. സോ മാർക്കാൻഷ്യ ഇസ് എ ഡൈഷ്യസ് ബ്രയോഫൈറ്റ്. മറ്റൊരു എക്സാമ്പിളാണ് പപ്പായ. പപ്പായയുടെ മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റുമാണ് കാണുന്നത്. ഇതിൽ മെയിൽ ഫ്ലവേഴ്സ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നത് സ്റ്റാമിനേറ്റ് ഫ്ലവേഴ്സ്, പിസ്റ്റിലേറ്റ് ഫ്ലവേഴ്സ്. മെയിൽ പ്ലാന്റ്, ഫീമെയിൽ പ്ലാന്റ്. മറ്റൊരു എക്സാമ്പിളാണ് ഡൈഷ്യസ് പ്ലാന്റിന് മറ്റൊരു എക്സാമ്പിളാണ് ഡേറ്റ് പാം. ഡേറ്റ് പാം അറിയാമല്ലോ, ഈന്തപ്പന. ഈന്തപ്പനയിലും ഈ പറഞ്ഞ പോലെ 2 തരം പ്ലാന്റ് ഉണ്ട്. മെയിൽ പ്ലാന്റും ഫീമെയിൽ പ്ലാന്റും ഉണ്ട്. ഇതൊരു ഫീമെയിൽ പ്ലാന്റ് ആണ്, ഇത് മെയിൽ പ്ലാന്റ് ആണ്. ഓക്കെ. സോ നെക്സ്റ്റ് ഇസ് സെക്ഷുവാലിറ്റി ഇൻ ആനിമൽസ്. പ്ലാന്റ്സിൽ പറഞ്ഞതുപോലെ തന്നെ യൂണിസെക്ഷൽ ആൻഡ് ബൈസെക്ഷൽ കണ്ടീഷൻ ആനിമൽസിലുണ്ട്. പക്ഷെ കോമൺ എന്ന് പറയുന്നത് യൂണിസെക്ഷൽ കണ്ടീഷനാണ്. അതായത് ഒരു ടൈപ്പ് സെക്സ് ഓർഗൻ മാത്രം ഓരോ ഓർഗനിസത്തിൽ, അതായത് ഡിഫറെൻറ്റ് ഇൻഡിവിജ്വൽസ് ആണ് ഉള്ളത്. മെയിൽ ആൻഡ് ഫീമെയിൽ ഇൻഡിവിജ്വൽസ് ആർ സെപ്പറേറ്റ്, സെക്സസ് ആർ സെപ്പറേറ്റ്. എക്സാമ്പിൾ ഫോർ യൂണിസെക്ഷൽ ആനിമൽ ആർ human being, cat, cockroach, etc. This is the male cockroach and this is the female cockroach. Okay. കോമൺ അല്ല എങ്കിലും ബൈസെക്ഷൽ ഓർ ഹെർമാഫ്രോഡൈറ്റ് കണ്ടീഷൻ
അനിമൽസ് കാണിക്കുന്നുണ്ട്. അതായത് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് organs are present in the same organism. That condition is called hermaphrodite. Bisexual condition in animals is called hermaphrodite. Example for hermaphrodite animals are earthworm, leech, starfish, tapeworm, sponges, etc. ഇവിടെ കാണിച്ചിരിക്കുന്ന earthworm ആണ്, ഇത് leech ആണ്. ഇവിടെ മെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമുണ്ട്, ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് പാർട്ടുമുണ്ട്. അതുപോലെ തന്നെയാണ് ലീച്ചിലും ബോത്ത് ദ സെക്സ് ഓർഗൻസ് ആർ പ്രസൻറ്റ് ഇൻ ദ സെയിം ഓർഗാനിസം. സോ ഇറ്റ് ഈസ് കോൾഡ് ബൈസെക്ഷുവൽ ഓർഗാനിസം. ഓക്കെ, നമ്മൾ ഗ്യാമീറ്റ് ഫോർമേഷൻ പറഞ്ഞു. എങ്കിലും ഗ്യാമീറ്റ് ഫോർമേഷൻ്റെ സമയത്ത് സെക്ഷൽ റീപ്രൊഡക്ഷനിൽ ഒരു കോമൺ ഫീച്ചർ എന്ന രീതിയിൽ നമ്മൾ പറഞ്ഞു മിയോസിസ് ആണ് നടക്കുക എന്ന്. സെൽ ഡിവിഷൻ ഡ്യൂറിങ് ഗ്യാമീറ്റ് ഫോർമേഷൻ ആണ് നമ്മളിനി പറയാൻ പോകുന്നത്. ഗ്യാമീറ്റ്സ് ഇൻ ഓൾ ഹെറ്ററോഗ്യാമെറ്റിക് സ്പീഷീസ് ആർ ഓഫ് ടു കൈൻഡ്സ്, മെയിൽ ആൻഡ് ഫീമെയിൽ. ഓൾവേസ് ഗ്യാമീറ്റ്സ് ആർ ഹാപ്ലോയിഡ്, അത് നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. ഇനി ഈ ഗ്യാമീറ്റ് ഉണ്ടാകുന്നത് രണ്ട് വിധത്തിലാകാം എന്ന് പറഞ്ഞാൽ ബൈ മൈറ്റോസിസ് സംഭവിക്കാം, അല്ല എങ്കിൽ ബൈ മിയോസിസ് സംഭവിക്കാം. മൈറ്റോസിസ് മുഖേന ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സ് ഉണ്ടാകണമെങ്കിൽ അവിടെ ഓർഗാനിസം ഹാപ്ലോയിഡ് ആയിരിക്കും. എ ഹാപ്ലോയിഡ് പേരൻറ്റ് പ്രൊഡ്യൂസ് ഗ്യാമീറ്റ്സ് ബൈ മൈറ്റോസിസ്. കാരണം അവിടെ ഹാപ്ലോയിഡ് ആണ്, ഓൾറെഡി ഹാഫ് സെറ്റ് ക്രോമസോമേ ഉള്ളൂ. ആ ക്രോമസോം തന്നെയാണ് ഗ്യാമീറ്റിലേക്കും പോവുക. എപ്പോഴാണ് അപ്പോൾ ഡിപ്ലോയിഡ് കണ്ടീഷൻ വരിക? ഫെർട്ടിലൈസേഷൻ നടന്ന് ഡിപ്ലോയിഡ് കണ്ടീഷൻ വരും. ഡിപ്ലോയിഡ് കണ്ടീഷൻ വന്ന് അതിന് വീണ്ടും ഹാപ്ലോയിഡ് പ്ലാൻ ബോഡി ഉണ്ടാകാൻ വേണ്ടി ഒരു ഡിവിഷൻ നടക്കും, ദാറ്റ് ഈസ് മിയോസിസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു ഗ്യാമറ്റിക് മിയോസിസ് ആൻഡ് സൈഗോട്ടിക് മിയോസിസ്. ഇത് സൈഗോട്ടിക് മിയോസിസ് നടക്കുന്ന കേസാണ് നമ്മൾ പറഞ്ഞത്. ഹാപ്ലോയിഡ് ഓർഗാനിസത്തിൽ സൈഗോട്ടിക് മിയോസിസ് ആണ് നടക്കുക. ഇനി ബട്ട് ഓർഗാനിസംസ് ബിലോങ്ങിങ് ടു ടെറിഡോഫൈറ്റ്സ്, ജിംനോസ്പേംസ്, ആൻജിയോസ്പേംസ് ആൻഡ് മോസ്റ്റ് ഓഫ് ദ ആനിമൽസ് ഇൻക്ലൂഡിങ് ഹ്യൂമൻ ബീയിങ്സ്, ദ പേരൻ്റൽ ബോഡി ഈസ് ഡിപ്ലോയിഡ്. സോ ഡിപ്ലോയിഡ് ഓർഗാനിസത്തിൽ അതിൻ്റെ എല്ലാ സെല്ലും ഡിപ്ലോയിഡ് ആണ്. സോ അവിടെ ഗ്യാമീറ്റ് ഫോർമേഷൻ്റെ സമയത്ത് റിഡക്ഷൻ ഡിവിഷൻ അല്ലെങ്കിൽ മിയോസിസ് നടക്കണം. എന്തിനു വേണ്ടിയാണ്? ടു പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് ഗ്യാമീറ്റ്സ്. ഇനി ആ ഗ്യാമീറ്റ്സിൻ്റെ ഫ്യൂഷനാണ് ഡിപ്ലോയിഡ് കണ്ടീഷൻ കൊണ്ടുവരിക. ഡിപ്ലോയിഡ് കണ്ടീഷൻ വീണ്ടും അടുത്ത ഗ്യാമീറ്റ് ഫോർമേഷൻ്റെ സമയത്താണ് ഹാപ്ലോയിഡായിട്ട് മാറുക. സോ ഇൻ ഡിപ്ലോയിഡ് ഓർഗാനിസം ഗ്യാമറ്റിക് മിയോസിസ് ഒക്കെ ആൻഡ് ഇൻ ഹാപ്ലോയിഡ് ഓർഗാനിസം സൈഗോട്ടിക് മിയോസിസ് ഒക്കെ. ഹാപ്ലോയിഡ് ഓർഗാനിസത്തിന് എക്സാമ്പിൾ ഏതൊക്കെയാണ്? മൊനിറ, ഫഞ്ചൈ, ആൽഗെ, ബ്രയോഫൈറ്റ്സ് എക്സെട്ര. ഇനി അങ്ങനെ ഡിപ്ലോയിഡ് ഓർഗാനിസം ആയിക്കോട്ടെ അല്ലെങ്കിൽ ഹാപ്ലോയിഡ് ഓർഗാനിസം ആയിക്കോട്ടെ ഏത് സെല്ലാണോ മിയോസിസിന് വിധേയമാകുന്നത് ആ സെല്ലിനെ മിയോസൈറ്റ് എന്ന് പറയാം. മിയോസൈറ്റ്സ്. വാട്ട് ആർ മിയോസൈറ്റ്സ്? The cells that undergo meiosis are called myocytes. In diploid organism, the myocyte എന്ന് പറയുന്നത് എന്താണ്? ഗ്യാമീറ്റ് മദർ സെല്ലാണ്. ഗ്യാമീറ്റ് പ്രൊഡ്യൂസ് ചെയ്യേണ്ട സെൽ. അതിനെ എന്ത് വിളിക്കാം? മിയോസൈറ്റ് എന്ന് വിളിക്കാം. അത് റിഡക്ഷൻ ഡിവിഷന് വിധേയമായി, അതായത് മിയോസിസിന് വിധേയമായി എന്ത് നടക്കും? പകുതി സെറ്റ് ക്രോമസോം മാത്രമുള്ള ഗ്യാമീറ്റായി മാറും. ദാറ്റ് മീൻസ് മിയോസൈറ്റ് ഇസ് ഓൾവേസ് diploid, gamete haploid in case of diploid organism. Here in diploid organism the myocyte is gamete mother cell. പക്ഷേ ഹാപ്ലോയിഡ് ഓർഗാനിസത്തിലോ ഗ്യാമീറ്റ് ഹാപ്ലോയിഡ് തന്നെയാണ്, പക്ഷേ അവിടെ മിയോസൈറ്റ് ഏതാണ്? സൈഗോട്ടാണ്. നമുക്കത് പറയേണ്ട കാര്യമില്ല. അതുകൊണ്ട് ഡിപ്ലോയിഡ് ഓർഗാനിസത്തിനെ മാത്രം ഇവിടെ റെപ്രസെൻറ്റ് ചെയ്യുന്നു. ഓക്കെ, ഡിപ്ലോയിഡ് ഓർഗാനിസം മിയോസൈറ്റ് ഇസ് കോൾഡ് ഗ്യാമീറ്റ് മദർ സെൽ. ഓക്കെ, ഇവിടെ ഈ ചാർട്ടിൽ കുറേ ഓർഗാനിസംസിൻ്റെ ക്രോമസോം നമ്പർ കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോയിഡ് നമ്പർ ഓഫ് ക്രോമസോം നമ്പർ ദാണ്ട് 2n
ഓഫ് മിയോസൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിപ്ലോയിഡ് ഓർഗാനിസംസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. അതിൻ്റെ ഗ്യാമറ്റിക് ക്രോമസോം നമ്പറും തന്നിട്ടുണ്ട്. ചിലയിടത്ത് മിയോസൈറ്റിൻ്റെ ക്രോമസോം നമ്പർ തന്നിട്ടില്ല, ചിലതിൽ ഗ്യാമീറ്റിൻ്റെ ക്രോമസോം നമ്പർ തന്നിട്ടില്ല. നിങ്ങളിത് കണ്ടുപിടിക്കണം. നല്ലതുപോലെ നോക്കി മനസ്സിലാക്കി ഈ ടേബിള് ഫില്ല് ചെയ്യണം. ഓക്കെ, സോ നമ്മൾ പ്രീ ഫെർട്ടിലൈസേഷൻ ഇവൻ്റായിട്ട് രണ്ടാമത് പറഞ്ഞത് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ ആണ്. ഗ്യാമീറ്റ്സ് ഉണ്ടാകുന്ന കാര്യം പറഞ്ഞത് ഗ്യാമറ്റോജെനിസിസ്. ആഫ്റ്റർ ദെയർ ഫോർമേഷൻ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് മസ്റ്റ് ബി physically brought together to facilitate fusion or fertilization. മിക്കവാറും കേസിൽ മെയിൽ ഗ്യാമീറ്റ് മോട്ടൈലായിരിക്കും, ഫീമെയിൽ ഗ്യാമീറ്റ് ആണ് നോൺ മോട്ടൈൽ ഓർ സ്റ്റേഷനറി. അങ്ങനെ അല്ലാത്ത കേസുകളും ഉണ്ട്. ആൽഗകളിലും ഫഞ്ചയിലും ഒക്കെ എല്ലാ ഗ്യാമീറ്റ്സും മോട്ടൈലാണ്. സോ ഗ്യാമറ്റിക് ഫ്യൂഷൻ നടക്കാനായിട്ട് ഗ്യാമീറ്റ്സിൻ്റെ ട്രാൻസ്ഫർ നടക്കുന്ന പ്രവർത്തനമാണ് ഗ്യാമീറ്റ് ട്രാൻസ്ഫർ എന്ന ഹെഡിങ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടും മോട്ടൈൽ ഗ്യാമീറ്റ്സ് ആണ് എങ്കിലും അല്ല ഒന്ന് മാത്രം മോട്ടൈലാണ് എങ്കിലും there is a need for a medium through which the male gametes or both gametes move. അപ്പോൾ ഗ്യാമറ്റിക് ഫ്യൂഷൻ നടക്കേണ്ട സ്ഥലത്തേക്ക് ഗ്യാമീറ്റ്സിനെ കൊണ്ടെത്തിക്കാൻ ഒരു മീഡിയം ആവശ്യമുണ്ട്. ഇതിൽ നമ്മളിവിടെ പറയുന്നത് ആൽഗ, ബ്രയോഫൈറ്റ്, ടെറിഡോഫൈറ്റ്സ് ഇവയൊക്കെ നോക്കുകയാണെങ്കിൽ അവിടെ വാട്ടറാണ് മീഡിയമായിട്ട് ആക്ട് ചെയ്യുന്നത്. ആ മീഡിയത്തിൽ ഗ്യാമീറ്റ് മെയിൽ ഗ്യാമീറ്റ് ഫീമെയിൽ ഗ്യാമീറ്റിനടുത്തേക്ക് എത്തും. അഥവാ ഫീമെയിൽ ഗ്യാമീറ്റ് നോൺ മോട്ടൈൽ ആണെങ്കിൽ ഫീമെയിൽ ഗ്യാമീറ്റിനടുത്തേക്ക് എത്തും. അല്ല എങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ് കമ്പൈൻ ചെയ്യേണ്ട സ്ഥലത്ത് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റും വാട്ടർ മീഡിയത്തിൽ തന്നെ മൂവ് ചെയ്ത് എത്താം. ഇനി അങ്ങനെ ലാർജ് നമ്പർ ഓഫ് മെയിൽ ഗ്യാമീറ്റ്സ്, അതായത് നോൺ മോട്ടൈലാണ് ഫീമെയിൽ ഗ്യാമീറ്റ് എങ്കിൽ ചിലപ്പോൾ വളരെയേറെ ദൂരം മെയിൽ ഗ്യാമീറ്റിന് യാത്ര ചെയ്യേണ്ടി വരാം. അങ്ങനെ വന്നാൽ അത് ഫീമെയിൽ ഗ്യാമീറ്റിനടുത്ത് എത്തുന്നതിന് മുമ്പ് ധാരാളം എണ്ണം നഷ്ടപ്പെടാം. To compensate this loss of male gametes during transport, the number of male gametes produced is several thousand times the number of female gametes produced. കാരണം മനസ്സിലായല്ലോ, നഷ്ടമുണ്ടാകുമെന്നുദ്ദേശിച്ചാണ് മെയിൽ ഗ്യാമീറ്റ്സ് എനോർമസ് നമ്പർ ഉണ്ടാകുക. ഓക്കെ, ഇൻ സീഡ് പ്ലാന്റ്സ്, അതായത് സീഡ് ബെയറിംഗ് പ്ലാന്റ്സ്, നമുക്കറിയാം പോളൻ ഗ്രെയിൻസ് ആണ് മെയിൽ ഗ്യാമീറ്റിനെ കൊണ്ടുപോകുന്നത്. പോളൻ ഗ്രെയിൻസ് മെയിൽ ഗ്യാമീറ്റ്സിനെ കൊണ്ടുപോകുന്നു ടു ദ ഓവ്യൂൾ വെയർ ദ ഫീമെയിൽ ഗ്യാമീറ്റ് ഇസ് പ്രസൻറ്റ്. ഫീമെയിൽ ഗ്യാമീറ്റ് ഇസ് കോൾഡ് എഗ്. ദെൻ ദ പോളൻ ഗ്രെയിൻസ് നമുക്കറിയാം എല്ലാ ചെടികളിലും പോളൻ ഗ്രെയിൻസ് ആന്തേഴ്സിലാണ് ഉണ്ടാകുന്നത്, അല്ലേ? ഏതിൽ? ഫ്ലവറിങ് പ്ലാന്റ്സിൽ. സോ ആ ഫ്ലവറിങ് പ്ലാന്റ്സിൽ ഈ ആന്തറിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് സ്റ്റിഗ്മയിലേക്ക് എത്തണം. അതോടൊപ്പം അങ്ങനെ എത്തണമെങ്കിൽ പല ഏജൻറ്റ്സ് ആവശ്യമുണ്ട്. എങ്ങനെയെങ്കിലും അങ്ങനെ അവിടെ സ്റ്റിഗ്മയിൽ എത്തിയെങ്കിൽ മാത്രമേ ഫെർട്ടിലൈസേഷൻ നടക്കുകയുള്ളൂ, അല്ലേ? സോ ഇൻ ഫ്ലവേഴ്സ് ഹാവിംഗ് ബോത്ത് ദ സെക്സ് ഓർഗൻസ്, സെൽഫ് ഫെർട്ടിലൈസേഷൻ മേ ഒക്കർ. വാട്ട് ഈസ് സെൽഫ് ഫെർട്ടിലൈസേഷൻ? ഒരു ഫ്ലവറിൽ സ്റ്റിഗ്മയും ആന്തറും ഉണ്ട്, അത് അടുത്തടുത്ത് പ്ലേസ് ചെയ്തിരിക്കുന്നത് കൊണ്ട് അതിൻ്റെ ആന്തേഴ്സിൽ നിന്ന് പോളൻ ഗ്രെയിൻസ് ആ ഫ്ലവറിൻ്റെ തന്നെ സ്റ്റിഗ്മയിൽ എത്താനുള്ള സാധ്യത കൂടുതലാണ്. സോ ഇൻ ബൈസെക്ഷൽ ഫ്ലവർ സെൽഫ് ഫെർട്ടിലൈസേഷൻ നടക്കാം. ഇനി അങ്ങനെയല്ല, ഫ്ലവർ യൂണിസെക്ഷൽ ആണ് എങ്കിലും അത് ഒരു പ്ലാന്റിലോ അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാന്റിലോ കാണാമെന്ന് നമ്മൾ പറഞ്ഞു. ഒരു പ്ലാന്റിലാണ് കാണുന്നതെങ്കിൽ അതിനെ യൂണിസെക്ഷൽ ഫ്ലവേഴ്സ്, അത് സ്റ്റാമിനേറ്റ് ഫ്ലവറും പിസ്റ്റലേറ്റ് ഫ്ലവറും ഉണ്ടെന്ന് പറയാം. ഒരു പ്ലാന്റിൽ തന്നെയുണ്ട് മെയിൽ ആൻഡ് ഫീമെയിൽ ഫ്ലവേഴ്സ്. അല്ല എങ്കിൽ പറയാം ഒരു പ്ലാന്റ് മെയിൽ പ്ലാന്റ് ആണ്, മറ്റൊന്ന് ഫീമെയിൽ പ്ലാന്റ് ആണ്. ഈ രണ്ട് കേസിലും ക്രോസ് പോളിനേഷനാണ് സാധ്യത. കാരണം എന്താണ്? അതിൻ്റെ തന്നെ സ്റ്റിഗ്മയിലേക്ക്, അതായത് ഒരു ഫ്ലവറിന് ഒന്നുകിൽ ആന്തറോ അല്ലെങ്കിൽ ഗൈനീഷ്യമേ ഉള്ളു, അല്ലേ? അപ്പോൾ അവിടെ സെൽഫ് പോളിനേഷന് സാധ്യത കുറയാണ്.
അത് ട്രാൻസ്ഫർ നടക്കേണ്ടി വരുന്നു. എവിടേക്ക്? ടു ദ സ്റ്റിഗ്മ. സ്റ്റിഗ്മ വേറെ ഫ്ലവറിലാകാം, സെയിം പ്ലാന്റിൽ തന്നെ ഒരു വേറെ ഫ്ലവറിലാകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് തങ്ങളിലും ആകാം. ദാറ്റ് ഈസ് കോൾഡ് ക്രോസ് പോളിനേഷൻ. ഇനി ഡെഫിനിഷൻ ഓഫ് പോളിനേഷൻ ചോദിച്ചാൽ എഴുതേണ്ടതാണ്. പോളിനേഷൻ ഈസ് ദ ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ഫ്രം ആന്തർ to the stigma of the same flower or different flowers on the same plant or different plants belonging to same species. എന്താ അർത്ഥം? ട്രാൻസ്ഫർ ഓഫ് പോളൻ ഗ്രെയിൻസ് ആണ് ഫ്രം ആന്തർ ടു ദ സ്റ്റിഗ്മ. അതെങ്ങനെയാകാം? സെയിം ഫ്ലവറിലാകാം, അല്ലെങ്കിൽ സെയിം പ്ലാന്റിലെ ഡിഫറെൻറ്റ് ഫ്ലവേഴ്സ് ആകാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് പ്ലാന്റ്സ് ആകാം. പക്ഷേ സെയിം സ്പീഷീസിൽപ്പെട്ടവയായിരിക്കണം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് പഠിക്കാം. ഫെർട്ടിലൈസേഷൻ ഈസ് അതർവൈസ് നോൺ ആസ് സിൻഗമി. ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സിനെ വിളിക്കുന്ന പേരാണ് സിൻഗമി. സോ ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്ന് പറയുന്നത് സിൻഗമി ആയിട്ട് നമുക്ക് പറയാം. അങ്ങനെ ഫ്യൂഷൻ നടന്ന് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റിൻ്റെ ഫ്യൂഷൻ റിസൾട്ട് ചെയ്യുന്ന എന്താണ്? ഒറ്റ സെല്ലാണ്, സൈഗോട്ട് എന്ന ഒറ്റ സെല്ല്. നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫിലെ ഫസ്റ്റ് സെല്ലാണ് സൈഗോട്ട്. ഇനി ഈ ഫ്യൂഷൻ നടക്കുന്നത് എവിടെയാണോ അതിനെ ബേസ് ചെയ്ത് ഫെർട്ടിലൈസേഷനെ രണ്ടായിട്ട് തരംതിരിക്കാം. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ ആൻഡ് ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ. ഇനി നമുക്ക് ഇതിൻ്റെ ഡിഫറൻസ് എന്തെന്ന് നോക്കാം. എക്സ്റ്റേണൽ ഫെർട്ടിലൈസേഷൻ എന്ന് പറഞ്ഞാൽ സിൻഗമി ഒക്കറിങ് ഇൻ എക്സ്റ്റേണൽ മീഡിയമാണ് external syngamy. Syngamy occurring inside the body of parent ആണ് internal syngamy. നമുക്ക് നോക്കാം. നോക്കിയാൽ എന്തൊക്കെ ഡിഫറൻസ് ആണുള്ളത്. syngamy occurring in the external medium is called external syngamy. ഇനി അഥവാ ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ് നടക്കുന്നത് ഫീമെയിൽ പേരൻറ്റിൻ്റെ ബോഡിക്കുള്ളിലാണെങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഇൻറ്റേർണൽ സിൻഗമി. അപ്പോൾ എക്സ്റ്റേണൽ സിൻഗമി എന്ന് പറയുന്നതിന് കുറേയധികം ഫീച്ചേഴ്സ് ഉണ്ട്. അതായത് എക്സ്റ്റേണൽ മീഡിയത്തിൽ ഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ ഓർഗാനിസംസ് തങ്ങളിൽ അവയുടെ ഗ്യാമിറ്റിക് ഡിസ്ചാർജ് തങ്ങളിൽ ഒരു സിൻക്രണി ഉണ്ടായിരിക്കണം. മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവ റിലീസ് ചെയ്യുന്ന സമയം ഏകദേശം ഒരുപോലെ ആയിരിക്കണം. സോ ഓർഗാനിസംസ് ഷോ ഗ്രേറ്റ് സിൻക്രണി ബിറ്റ്വീൻ ദ സെക്സസ്. ഇനി തന്നെയുമല്ല, ഒരു എക്സ്റ്റേണൽ മീഡിയത്തിലാണല്ലോ നടക്കുന്നത്. ആ എക്സ്റ്റേണൽ മീഡിയത്തിൽ മറ്റു പല പ്രെഡേറ്റേഴ്സിൻ്റെയും ഒക്കെ ഒരു ത്രെട്ട് അവയ്ക്ക് ഫേസ് ചെയ്യേണ്ടി വരാം. അതുകൊണ്ട് തന്നെ ഗ്യാമീറ്റ്സ് മെയിലായിക്കോട്ടെ ഫീമെയിൽ ആയിക്കോട്ടെ ലാർജ് നമ്പറാണ് പ്രൊഡ്യൂസ് ചെയ്യുകയും ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്യുക. ഇനി അങ്ങനെ ലാർജ് നമ്പർ ഓഫ് ഗ്യാമീറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്തു. ഫെർട്ടിലൈസേഷൻ അങ്ങനെയൊക്കെ നടന്നു. ഓക്കെ. ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് ഒക്കേഴ്സ് ഇൻ ദ എക്സ്റ്റേണൽ മീഡിയം. സൈഗോട്ട് എവിടെയാണ് ഡെവലപ്പ് ചെയ്യുക? എക്സ്റ്റേണൽ മീഡിയത്തിലാണ് ഡെവലപ്പ് ചെയ്യുക. നമ്പർ ഓഫ് ഗ്യാമീറ്റ്സ് കൂടുതലാണ് എന്ന് പറഞ്ഞതുപോലെ നമ്പർ ഓഫ് ഓർഗാനിസംസും ഓഫ് സ്പ്രിങ്സും ഉണ്ടാകും. കാരണം എന്താ? ഇവിടെ പറഞ്ഞ അതേ ത്രെട്ട് ഇവിടെയും ഉണ്ട്. ഗ്യാമീറ്റ്സ് പലപ്പോഴും പ്രിഡേറ്റേഴ്സിൻ്റെ ആഹാരമായി മാറാം. അതുപോലെ തന്നെ ഓഫ് സ്പ്രിങ്സും പ്രിഡേറ്റേഴ്സിൻ്റെ ത്രെട്ട് ഫേസ് ചെയ്യേണ്ടി വന്നേക്കാം. അതുകൊണ്ട് അതിൻ്റെ വംശം നിലനിർത്തുന്നതിനായിട്ട് നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ് ആർ പ്രൊഡ്യൂസ്ഡ്. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ് ഒന്നുകൂടെ പറഞ്ഞിരിക്കുന്നത്. ഓഫ് സ്പ്രിങ്സ് ആർ വൾനറബിൾ ടു പ്രിഡേറ്റേഴ്സ് ആൻഡ് സോ ഇങ്ങനെയുള്ള ത്രെട്ടൊക്കെ ഉള്ളതുകൊണ്ട് സർവൈവൽ ചാൻസ് എന്ന് പറയുന്നത് ലെസറാണ് വെൻ കമ്പയർഡ് ടു ഇൻറ്റേർണൽ സിൻഗമി. നോക്കാം. നമ്മൾ എക്സ്റ്റേണൽ സിൻഗമിയുടെ ക്യാരക്ടേഴ്സ് പറഞ്ഞു. ഇറ്റ് ഒക്കേഴ്സ് ഇൻ ദ എക്സ്റ്റേണൽ മീഡിയം. ഓർഗാനിസം ഷോ ഗ്രേറ്റ് സിൻക്രണി ബിറ്റ്വീൻ ദ സെക്സസ്. അതായത് ഗ്യാമിറ്റിക് ഡിസ്ചാർജ്, ഗ്യാമിറ്റ് ഫോർമേഷനും ഗ്യാമിറ്റ് ഡിസ്ചാർജും തങ്ങളിലൊരു പിന്നെ രണ്ട് ഓർഗാനിസം തങ്ങളിലൊരു സിൻക്രണി അല്ലെങ്കിൽ ഒരു കോർഡിനേഷൻ ഉണ്ടായിരിക്കും. ഏകദേശം ഒരേ സമയത്തായിരിക്കും ഡിസ്ചാർജ് ചെയ്യുക. ഇനി ഡിസ്ചാർജ് ചെയ്യുന്ന ഗ്യാമീറ്റിൻ്റെ എണ്ണം നോക്കിയാലോ എനോർമസ് എമൗണ്ട് ആയിരിക്കും. കാരണം എന്താണ്? നമ്മൾ ഈ പറഞ്ഞ കാര്യമാണ്. എന്താണ്? പ്രിഡേറ്റേഴ്സിൻ്റെ ഒരു ത്രെട്ട് അവയ്ക്ക് നിലനിൽക്കുന്നുണ്ട്. ഇനി അഥവാ ഫ്യൂഷൻ നടന്നാൽ സൈഗോട്ട് ഡെവലപ്പ് ചെയ്യുന്നതും എക്സ്റ്റേണൽ മീഡിയത്തിലാണ്. ഈ എക്സ്റ്റേണൽ മീഡിയത്തിൽ ഡെവലപ്പ് ചെയ്യുന്ന സൈഗോട്ടും
ഇതേ ഒരു ത്രെട്ട് അനുഭവിക്കാം. അതായത് പ്രെഡേറ്റേഴ്സ് അവയെ ആഹാരമാക്കാം. സോ ലാർജ് നമ്പർ ഓഫ് ഓഫ് സ്പ്രിങ്സ് ഷുഡ് ബി പ്രൊഡ്യൂസ്ഡ്. ഇനി എക്സ്റ്റേണൽ സിൻഗമി നടക്കുന്ന ഓർഗാനിസംസിന് എക്സാമ്പിൾ നോക്കിയേ. ആൽഗെ, ഫിഷസ്, ആംഫിബിയൻസ്. ഇനി നമുക്ക് ഇൻറ്റേർണൽ സിൻഗമി എന്താണെന്ന് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫറൻസ് എന്താണ്. ഫീമെയിൽ പേരൻറ്റിൻ്റെ ബോഡിക്കുള്ളിൽ ഫ്യൂഷൻ നടക്കുന്നതിനെയാണ് ഇൻറ്റേർണൽ സിൻഗമി എന്ന് പറയുക. അതും ഇവിടെ ഗ്യാമെറ്റിക് ഫ്യൂഷൻ നടക്കാൻ ഗ്യാമീറ്റ്സ് എങ്ങോട്ടേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നത്? എക്സ്റ്റേണൽ മീഡിയത്തിലേക്കാണ് ഡിസ്ചാർജ് ചെയ്യുന്നത് പറഞ്ഞു. പക്ഷേ ഇവിടെ അത് ആവശ്യം വരുന്നില്ല. ഗ്യാമീറ്റ്സ് ഉണ്ടാകുന്നത് എവിടെയാണ്? ഇൻറ്റേർണലി ആണ് ഉണ്ടാകുന്നത്. ഓർഗാനിസത്തിൻ്റെ ബോഡിക്കുള്ളിൽ തന്നെയാണ് ഉണ്ടാകുന്നത്. പക്ഷേ അതിൽ എല്ലാ ഗ്യാമീറ്റ്സും എല്ലായ്പ്പോഴും ഓർഗാനിസത്തിൻ്റെ ബോഡിക്കുള്ളിലായിരിക്കാൻ പാടില്ല. കാരണം ഫ്യൂഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് ഫ്യൂസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും ഒന്നെങ്കിലും മൂവ് ചെയ്യേണ്ടി വരും. സോ മെയിൽ ഗ്യാമീറ്റ്സ് മോട്ടൈലായിരിക്കും മിക്കവാറും ഇൻറ്റേർണൽ സിൻഗമി നടക്കുന്ന ഓർഗാനിസംസിൽ. അതിൽ മെയിൽ ഗ്യാമീറ്റ്സ് ഇഷ്ടംപോലെ എമൗണ്ടിലുണ്ടാകും. അതുപോലെ മെയിൽ ഗ്യാമീറ്റ്സ് മോട്ടൈലുമായിരിക്കും. ഫീമെയിൽ ഗ്യാമീറ്റ്സ് എണ്ണത്തിൽ കുറവ് മതി. കാരണം എന്താണ്? അതിന് മൂവ് ചെയ്യുകയോ അല്ലെങ്കിൽ പിന്നെ മറ്റൊരു സ്ഥലത്തേക്ക് പോവുകയോ വേണ്ടി വരുന്നില്ല. അതുകൊണ്ട് പ്രിഡേറ്റേഴ്സിൻ്റെ ത്രെട്ടും അതിന് അധികമായിട്ട് വരുന്നില്ല. നോൺ മോട്ടൈലുമായിരിക്കും. എന്നാൽ മെയിൽ ഗ്യാമീറ്റ്സ് ഇവിടെ പറഞ്ഞതുപോലെ തന്നെ മെയിൽ ഗ്യാമീറ്റ്സ് എങ്ങനെയാണ്? ലാർജ് എമൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, മോട്ടൈലായിരിക്കും. ഇനി മോട്ടൈൽ മെയിൽ ഗ്യാമീറ്റ് നോൺ മോട്ടൈൽ ഫീമെയിൽ ഗ്യാമീറ്റിനടുത്തെത്തുകയും ഫെർട്ടിലൈസേഷൻ നടക്കുകയും ചെയ്താൽ സൈഗോട്ട് എവിടെയാണ് ഉണ്ടാകുക? ഫീമെയിൽ പേരൻറ്റിൻ്റെ ബോഡിക്കുള്ളിൽ, അല്ലേ? സോ ഫീമെയിൽ പേരൻറ്റിൻ്റെ ബോഡിക്കുള്ളിൽ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കും. സൈഗോട്ട് ഫോർമേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഇൻസൈഡ് ദ ഫീമെയിൽ പേരൻറ്റ്സ് ബോഡി. ഇനി ഇവിടെ പറഞ്ഞതുപോലെ ഒരു ത്രെട്ട്, അതായത് പ്രിഡേറ്റേഴ്സ്, ഗ്യാമിറ്റും ആ ത്രെട്ട് അനുഭവിച്ചു, ഗ്യാമിറ്റ്സും ത്രെട്ട് അനുഭവിച്ചു, അതുപോലെ തന്നെ സൈഗോട്ടും ത്രെട്ട് അനുഭവിച്ചു, ഓസ്പ്രിങ്സും ത്രെട്ട് അനുഭവിക്കുന്നു. ആ കാരണത്താൽ അതേപോലെ എന്നാൽ ഇവിടെയാണെങ്കിലോ, ഇവിടെ ഫീമെയിൽ ഗ്യാമീറ്റിന് എവിടെയാണോ കാണപ്പെടുന്നത്, അതായത് ഫീമെയിൽ പേരൻ്റെ ബോഡിക്കുള്ളിലാണ് ഫെർട്ടിലൈസേഷൻ നടക്കുക, സൈഗോട്ട് ഉണ്ടാകുക, സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് ഓസ്പ്രിങ് ഉണ്ടാകുക. ഒരു പീരീഡ് ഓഫ് ഗ്രോത്ത് കഴിഞ്ഞ് മാത്രമാണ് ഓസ്പ്രിങ്സ് പുറത്തു വരിക. സോ പ്രോപ്പർ എംബ്രിയോണൽ കെയർ കിട്ടുന്നത് ഏത് കേസിലാണ്? ഇൻറ്റേർണൽ സിൻഗമി എന്ന കേസിലാണ്. സോ ചാൻസസ് ഓഫ് സർവൈവൽ ഇസ് ഗ്രേറ്റർ ദാൻ എക്സ്റ്റേണൽ സിൻഗമി. So offsprings get proper embryonal care and chances of survival is greater in case of internal syngamy. So internal syngamy endana? Syngamy occurs inside the female parent body. Gametes are produced inside the female and male parent body. Then male gametes are motile and produced in large amounts. They move towards the female gamete which are limited in number and non-motile. Then formation and development of zygote occurs inside the body of the female parent. Limited number of offsprings are produced, and that limited number of offsprings obtain proper embryonal care, and so there is more chances of survival than external syngamy. Okay, any examples nokke? Fungi, reptiles, birds, mammals, bryophytes, ferns, gymno and angiosperms. നമ്മളിവിടെ ഫെർട്ടിലൈസേഷൻ എന്ന ഇവൻറ്റ് പറഞ്ഞത് ഫ്യൂഷൻ ഓഫ് മെയിൽ ആൻഡ് ഫീമെയിൽ ഗ്യാമീറ്റ്സ് നടക്കുന്നു എന്നർത്ഥത്തിലാണ്. അങ്ങനെ അല്ലാതെയും ഓർഗാനിസംസ് ഡെവലപ്പ് ചെയ്യാം. നമ്മൾ നേരത്തെ ഒന്ന് സൂചിപ്പിച്ചാണ് ഒരു ടേം പാർത്തനോജെനിസിസ്. ഇതെന്ന് പറഞ്ഞാൽ ഫീമെയിൽ ഗ്യാമീറ്റ് മെയിൽ ഗ്യാമീറ്റുമായി ഫ്യൂസ് ചെയ്യാതെ, മെയിൽ ഗ്യാമീറ്റ് ഇല്ലാതെ ഫീമെയിൽ ഗ്യാമീറ്റ് ഒരു ഓർഗാനിസമായി മാറുക. വിതൗട്ട് അണ്ടർഗോയിങ് ഫെർട്ടിലൈസേഷൻ ഫീമെയിൽ ഗ്യാമീറ്റ് ഡെവലപ്പ് ഇൻ ടു എ ന്യൂ ഓർഗാനിസം. ദാറ്റ് ഫിനോമിനൻ ഇസ് കോൾഡ് parthenogenesis. What is parthenogenesis? The phenomenon of development of female gametes to form a new organism without undergoing fertilization.
ഇത് സാധാരണയായിട്ട് നടക്കുന്ന ഹണി ബീസിലുണ്ട്, അതുപോലെ പിന്നെ റോട്ടിഫേഴ്സ് എന്ന് പറയുന്ന വിഭാഗം ജീവികളിലുണ്ട്, പിന്നെ സ്മോൾ ലിസാഡ്സിലുണ്ട്, ടർക്കി പോലെയുള്ള ബേർഡ്സിലുണ്ട്. സോ ഒരു സ്പെഷ്യൽ ഫിനോമിനാണിത്. ഇവിടെ ഫെർട്ടിലൈസേഷൻ, ഫ്യൂഷൻ ഓഫ് ഗ്യാമീറ്റ്സ് നടക്കുന്നില്ല, ഫീമെയിൽ ഗ്യാമീറ്റ് ഡയറക്റ്റ് ആയിട്ട് ഓർഗാനിസമായി മാറുകയാണ്. ആ കേസിനെ എന്താ വിളിക്കുക? പാർത്തനോജെനിസിസ്. അപ്പോൾ ഫെർട്ടിലൈസേഷൻ ഇവൻ്റ് കഴിഞ്ഞു, സൈഗോട്ട് ഉണ്ടായി. സോ പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റ്സ് എന്തൊക്കെയാണ്? സൈഗോട്ട് ഫോർമേഷൻ ആൻഡ് എംബ്രിയോ ഡെവലപ്മെൻറ്റ്, അല്ലേ? അതിൽ സൈഗോട്ട് ഫോർമേഷൻ നമുക്ക് നോക്കാം. സൈഗോട്ട് എവിടെയാണ് ഉണ്ടാകുന്നത്? സൈഗോട്ട് എക്സ്റ്റേണലി ഉണ്ടാകാം, ഇൻ എക്സ്റ്റേണലി ഫെർട്ടിലൈസിങ് ഓർഗാനിസം, ഓർ ഇൻറ്റേർണലി ഇൻ ദ അതർ ടൈപ്പ്, ഇൻറ്റേർണൽ ഫെർട്ടിലൈസേഷൻ നടക്കുന്ന ഓർഗാനിസത്തിൽ. ഏതായാലും ശരി, സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൽ സൈഗോട്ട് എന്ന് പറയുന്ന സെല്ലിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇറ്റ് ഈസ് ദ വൈറ്റൽ ലിങ്ക് ദാറ്റ് എൻഷുവേഴ്സ് കണ്ടിന്യൂറ്റി ഓഫ് സ്പീഷീസ് ബിറ്റ്വീൻ ഓർഗാനിസം ഓഫ് വൺ ജനറേഷൻ ആൻഡ് ദ നെക്സ്റ്റ്. അതായത് സെക്ഷലി റീപ്രൊഡ്യൂസിങ് ഓർഗാനിസത്തിൻ്റെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്ന ഫസ്റ്റ് സെല്ലാണ് സൈഗോട്ട്. ഓക്കെ, further development of zygote depends on the type of life cycle of organism. അതായത് സൈഗോട്ട് ഡെവലപ്പ് ചെയ്തുവെങ്കിലും ആ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റിനെ നിർണ്ണയിക്കുന്ന രണ്ട് കാര്യങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ഒന്ന് ഓർഗാനിസത്തിൻ്റെ ലൈഫ് സൈക്കിൾ, മറ്റൊന്ന് ഏത് എൻവയോൺമെൻ്റ് ആണോ അതിന് കിട്ടുന്നത്. ആ സൈഗോട്ട് ഡെവലപ്മെൻറ്റിന് ഏത് തരം എൻവയോൺമെൻ്റ് ആണോ കിട്ടുന്നത്. ഫഞ്ചയിലും ആൽഗയിലുമൊക്കെ സൈഗോട്ട് സാധാരണഗതിയിലൊരു കട്ടിയുള്ള വോള് സെക്രീറ്റ് ചെയ്ത് വരൾച്ചയിൽ നിന്നും നാശത്തിൽ നിന്നും അതിനെ സംരക്ഷിക്കും. സൈഗോട്ട് ഡെവലപ്സ് എ തിക്ക് വോൾ ദാറ്റ് ഈസ് റെസിസ്റ്റൻറ്റ് ടു ഡെസിക്കേഷൻ ആൻഡ് ഡാമേജ്. ഇറ്റ് അണ്ടർഗോസ് എ പീരീഡ് ഓഫ് റെസ്റ്റ് ബിഫോർ ജെർമിനേഷൻ. അതായത് ഈ സൈഗോട്ട് ജെർമിനേറ്റ് ചെയ്യുന്നതിന് മുൻപ് ഒരു പീരീഡ് ഓഫ് റെസ്റ്റ്, അതായത് ആ അൺഫേവറബിൾ കണ്ടീഷൻ കടന്നു പോകുന്നത് വരെ അങ്ങനെ നിലനിൽക്കും. ഇനി നമ്മൾ കഴിഞ്ഞ വർഷം ലൈഫ് സൈക്കിൾ പഠിച്ചു, ഹാപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക്, ഡിപ്ലോണ്ടിക് എന്നൊക്കെ, അല്ലേ? ഹാപ്ലോയിഡ് സ്റ്റേജ്, ലൈഫിൽ ഹാപ്ലോയിഡ് കണ്ടീഷനാണ് കൂടുതൽ കാലത്തുണ്ടെങ്കിൽ അതിനെ ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. ഹാപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ കാണിക്കുന്ന ഓർഗാനിസംസിൽ സൈഗോട്ട് മിയോസിസ് നടന്ന് ഹാപ്ലോയിഡ് സ്പോർട്സ് ഉണ്ടായി. ആ ഹാപ്ലോയിഡ് സ്പോർട്സാണ് ഇൻഡിവിജ്വൽസായിട്ട് മാറുക എന്ന് നമ്മൾ പറഞ്ഞു. കാരണം എന്താ? ഓർഗാനിസംസ് ആർ ഹാപ്ലോയിഡ്. ആ ഹാപ്ലോയിഡ് ഓർഗാനിസം അവയ്ക്ക് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ഗ്യാമീറ്റ് ഉണ്ടായി, ഗ്യാമറ്റിക് ഫ്യൂഷൻ നടന്ന് ഡിപ്ലോയിഡ് സൈഗോട്ട് ഉണ്ടായി. പക്ഷേ ഓർഗാനിസം ഹാപ്ലോയിഡാണ്. അപ്പോൾ എന്ത് വേണം? സൈഗോട്ട് മേ അണ്ടർഗോ മിയോസിസ്. ദാറ്റ് മീൻസ് സൈഗോട്ടിക് മിയോസിസ് occur and number of haploid spores are produced which may germinate to produce haploid individuals. ഇനി മറ്റൊരു തരം ഓർഗാനിസത്തെ പറ്റി പറഞ്ഞു, അതായത് ഹാപ്ലോയിഡ് ആൻഡ് ഡിപ്ലോയിഡ് ലൈഫ് സൈക്കിള് ഈക്വൽ ആയിട്ടുള്ളവയാണ് ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയുക. ഇനി ഡിപ്ലോയിഡ് സ്റ്റേജ് ആണ് കൂടുതലായിട്ട് കാണിക്കുന്നതെങ്കിൽ അതിനെ ഡിപ്ലോണ്ടിക് ലൈഫ് സൈക്കിൾ എന്ന് പറയും. ഈ രണ്ട് കേസിലും സൈഗോട്ട് ഒരു സ്ട്രക്ചറായി മാറും. സ്പോറോഫൈറ്റ് ഒരു ഡിപ്ലോയിഡ് സ്ട്രക്ചറാണ് സ്പോറോഫൈറ്റ്. ഈ സ്പോറോഫൈറ്റ് അതിലെ സ്പോർ മദർ സെല്ല്, അതായത് മിയോസൈറ്റ് എന്ന് പറയുന്നത് അതാണ്, സ്പോർ മദർ സെല്ലാണ്. ദാറ്റ് മേ അണ്ടർഗോ മിയോസിസ് ആൻഡ് പ്രൊഡ്യൂസ് ഹാപ്ലോയിഡ് സ്പോർസ് ആൻഡ് ഗീവ് റൈസ് ടു ദ ഗ്യാമറ്റോഫൈറ്റിക് താലസ് അല്ലെങ്കിൽ ഗ്യാമറ്റോഫൈറ്റിക് പ്ലാന്റ് ബോഡി. ഇവിടെ ഹാപ്ലോയിഡ് ജനറേഷനും ഡിപ്ലോയിഡ് ജനറേഷനും ഈക്വൽ ആയിട്ടുള്ള കേസിലും ഡിപ്ലോയിഡ് ജനറേഷൻ കൂടുതലായിട്ടുള്ള കേസിലുമാണ് പറഞ്ഞത്. രണ്ടിലും ഇങ്ങനെ ഒരു സ്റ്റേജ് ഉണ്ട്, സ്പോറോഫൈറ്റിക് സ്റ്റേജ് ഉണ്ടാകുന്നുണ്ട്. ഈ സ്പോറോഫൈറ്റിക് സ്റ്റേജ് വ്യക്തമായിട്ട് ഹാപ്ലോയിഡ് സ്പോർട്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നു ബൈ മിയോസിസ്. ഓക്കെ, ഇനി പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ഇവൻറ്റിലെ രണ്ടാമത്തെ കാര്യം എന്താണ്? നമ്മൾ പറഞ്ഞു സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്നത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ്. ദാറ്റ് ഈസ് എംബ്രിയോജെനിസിസ്, ഫോർമേഷൻ ഓഫ്
multicellular diploid embryo from diploid single-celled zygote is called embryogenesis. എംബ്രിയോജെനിസിസിൽ എന്തൊക്കെ കാര്യങ്ങൾ നടക്കുന്നു എന്നും നമ്മൾ കഴിഞ്ഞ ദിവസം പഠിച്ചതാണ്. സെൽ ഡിവിഷൻ ആൻഡ് സെൽ ഡിഫറൻസിയേഷൻ. ഒറ്റ സെല്ലേ ഉള്ളൂ സൈഗോട്ട്. ആ സൈഗോട്ട് ഡിവിഷന് വിധേയമായി, മൈറ്റോട്ടിക് ഡിവിഷന് വിധേയമായി. കാരണം ഉണ്ടാകേണ്ടത് ഡിപ്ലോയിഡ് ഓർഗാനിസം ആയതുകൊണ്ട് ഡിപ്ലോയിഡ് സൈഗോട്ട് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് ഡിപ്ലോയിഡ് ആയിട്ട് തന്നെയുള്ള സെൽസായി മാറും. എന്നിട്ട് കുറേ നാൾ സെൽ ഡിവിഷൻ നടന്നു കഴിയുമ്പോൾ മറ്റ് ഡ്യൂട്ടികൾ ചെയ്യാനായിട്ട് ഡിഫറൻസിയേഷൻ നടക്കും. ദാറ്റ് ഈസ് സെൽ ഡിഫറൻസിയേഷൻ. സെൽ ഡിവിഷൻ ഇൻക്രീസ് ദ നമ്പർ ഓഫ് സെൽസ് ഇൻ ദ ഡെവലപ്പിംഗ് എംബ്രിയോ. അതായത് ഒറ്റ സെല്ല് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്ന് മൾട്ടി സെല്ലുലാർ ആകുമ്പോൾ എന്ത് വിളിക്കും? എംബ്രിയോ എന്ന് വിളിക്കും. ആ മൾട്ടി സെല്ലുലാർ സ്ട്രക്ചർ പ്രൊഡ്യൂസ്ഡ് ഫ്രം സൈഗോട്ട് ഇസ് കോൾഡ് എംബ്രിയോ. ഇനി ആ ഉണ്ടായ എംബ്രിയോയിൽ സെൽ ഡിഫറൻസിയേഷൻ നടന്നാൽ ഗ്രൂപ്പ് ഓഫ് സെൽസ് പല പല മോഡിഫിക്കേഷൻസ് നടന്ന് ഓരോ സ്പെഷ്യൽ ഡ്യൂട്ടീസ് ചെയ്യാനായിട്ട് മോഡിഫൈ ചെയ്യപ്പെടും. സെൽ ഡിഫറൻസിയേഷൻ ഹെൽപ്സ് ഗ്രൂപ്പ് ഓഫ് സെൽസ് ടു അണ്ടർഗോ സർട്ടൻ മോഡിഫിക്കേഷൻസ് ടു ഫോം സ്പെഷ്യലൈസ്ഡ് ടിഷ്യൂസ് ആൻഡ് ഓർഗൻസ് ഇൻ ആൻ ഓർഗാനിസം. നമ്മൾ സൈഗോട്ട് ഡെവലപ്മെൻറ്റ് പറഞ്ഞു. അതായത് സൈഗോട്ട് എംബ്രിയോ ആയി മാറുന്ന കേസ് ഇറ്റ് മേ ഒക്കർ എക്സ്റ്റേണലി ഓർ ഇൻറ്റേർണലി പറഞ്ഞു. ഇനി സൈഗോട്ട് ഡെവലപ്മെൻറ്റ് അനുസരിച്ച് അനിമൽസിനെ രണ്ടായി തരംതിരിക്കാം. അനിമൽസ് ആർ കാറ്റഗറൈസ്ഡ് ബേസ്ഡ് ഓൺ വെദർ ദ ഡെവലപ്മെൻറ്റ് ഓഫ് സൈഗോട്ട് ടേക്ക് പ്ലേസ് ഔട്ട്സൈഡ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ പേരൻറ്റ് ഓർ ഇൻസൈഡ്. ഓക്കെ, സോ ബേസ്ഡ് ഓൺ എവിടെയാണോ സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് നടക്കുന്നത്, ആനിമൽസ് ആർ ഓഫ് ടു കൈൻഡ്സ്, ഒവി പാരസ് ആൻഡ് മറ്റൊന്ന് നിങ്ങൾക്കറിയാം എന്താണ്? വിവി പാരസ്. എന്താണ് ഒവി പാരസ് ഇൻഡിവിജ്വൽസ്? ഒവി പാരസ് ഇൻഡിവിജ്വൽസ് ആർ ഓർഗാനിസംസ് വേർ സൈഗോട്ട് ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഔട്ട്സൈഡ് ദ ഫീമെയിൽ പേരൻറ്റ് ബോഡി. അതായത് അവ ഫെർട്ടിലൈസ്ഡ് എഗ്സ്, അതായത് ഫെർട്ടിലൈസ്ഡ് എഗ് എന്ന് പറയുന്ന സൈഗോട്ട് പുറത്തേക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫീമെയിൽ പേരൻ്റെ ബോഡിക്ക് പുറത്ത് വരും. അങ്ങനെ പുറത്ത് വരുന്നതിന് മുമ്പ് അതിന് ചുറ്റും നല്ല കട്ടിയുള്ള ഒരു കാൽക്കേരിയസ് ഷെൽ സെക്രീറ്റ് ചെയ്യും. എന്തിനു വേണ്ടിയാണ്? ടു പ്രൊട്ടക്റ്റ് ദ സൈഗോട്ട്സ്. ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഇൻക്യുബേഷൻ യങ് വൺസ് ഹാച്ച് ഔട്ട്. നമുക്കറിയാം ഒവി പാരസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ പറയുന്നത് എന്താണ്? എഗ് ലേയിങ് ഓർഗാനിസംസ് അല്ലേ? അപ്പോൾ ഒവി പാരസ് ഇൻഡിവിജ്വൽസ് ഏതൊക്കെയാണ്? എക്സാമ്പിൾ റെപ്റ്റൈൽസ്, ബേർഡ്സ്. ഇവയിലൊക്കെ എങ്ങനെയാണ്? ഫെർട്ടിലൈസ്ഡ് എഗ്സ് അവ റിലീസ് ചെയ്യും. ആ ഫെർട്ടിലൈസ്ഡ് എഗ്ഗിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഹാർഡായിട്ടുള്ള കാൽക്കേരിയസ് ഷെല്ല് കാണും. ഒരു സേഫ് പ്ലേസിൽ അത് ഡിസ്ചാർജ് ചെയ്യും. എന്നിട്ട് കുറച്ച് നാൾ ഒരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. അതിനുശേഷം അത് യങ് വൺസ് പുറത്തു വരും. രണ്ടാമത്തേതാണ് ഗിവിംഗ് ബർത്ത് ടു യങ് വൺസ്, വിവിപാരസ് ഇൻഡിവിജ്വൽസ്. വാട്ട് ആർ വിവിപാരസ് ഇൻഡിവിജ്വൽസ്? സൈഗോട്ട് ഡെവലപ്മെൻറ്റ് ഒക്കേഴ്സ് ഇൻസൈഡ് ദ ബോഡി ഓഫ് ദ ഫീമെയിൽ ഓർഗാനിസം. അവിടെ ഫെർട്ടിലൈസേഷൻ നടന്നതും സൈഗോട്ട് ഡെവലപ്പ് ചെയ്ത് എംബ്രിയോ ആകുന്നതും എംബ്രിയോ ഓർഗാനിസമായി മാറുന്നതും എവിടെയാണ്? ഫീമെയിൽ പേരൻറ്റിൻ്റെ ബോഡിക്കുള്ളിലാണ്. ആഫ്റ്റർ അറ്റൈനിങ് എ സർട്ടൻ സ്റ്റേജ് ഓഫ് ഗ്രോത്ത് ദ യങ് വൺസ് ആർ ഡെലിവേർഡ്. എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഗ്രോത്തിൻ്റെ ഒരു പ്രത്യേക ഘട്ടം അറ്റൈൻ ചെയ്തതിന് ശേഷമേ യങ് വൺസ് പുറത്തു വരുന്നുള്ളൂ ഫീമെയിൽ ബോഡിയിൽ നിന്ന്. അതുകൊണ്ട് എന്താണ്? ബിക്കോസ് ഓഫ് പ്രോപ്പർ എംബ്രിയോണൽ കെയർ ആൻഡ് പ്രൊട്ടക്ഷൻ, chances of survival of young ones is greater in case of viviparous organism. ഏതിനെ കമ്പയർ ചെയ്യുമ്പോൾ? സൈഗോട്ട് ഡെവലപ്മെൻറ്റ് occurring and outside the female parent body. ഏതാണത്? oviparous. So viviparous individuals have more survival rate than oviparous individuals. ഇനി നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരു സൈഗോട്ടിൻ്റെ ഡെവലപ്മെൻറ്റ് ഒരു ഫ്ലവറിൽ എങ്ങനെയാണെന്ന് നോക്കാം. എവിടെയാണ് ഇതൊക്കെ നടക്കുന്നത് എന്ന് നോക്കാം. പോസ്റ്റ് ഫെർട്ടിലൈസേഷൻ ചേഞ്ചസ് ഇൻ എ ഫ്ലവർ. ഒരു ഫ്ലവറിൽ ഫെർട്ടിലൈസേഷൻ നടന്നു കഴിഞ്ഞാൽ സൈഗോട്ട് ഉണ്ടാകും. എവിടെയാണ് ഉണ്ടാകുക?
ഓവിയൂളിനകത്ത്. ഓവിയൂൾ ഇസ് ഫോംഡ്. ഓവിയൂൾ എന്ന് പറയുന്നത് ഫീമെയിൽ ഗ്യാമീറ്റ് ഇരിക്കുന്ന സ്ഥലമായിരുന്നു അല്ലേ? ഫീമെയിൽ ഗ്യാമീറ്റ് ഫെർട്ടിലൈസ് ചെയ്യപ്പെട്ടപ്പോൾ അത് സൈഗോട്ടായി. സൈഗോട്ടിന് മൈറ്റോട്ടിക് ഡിവിഷൻ നടന്നാൽ അത് എംബ്രിയോ ആകും. സൈഗോട്ട് എംബ്രിയോ ആയി മാറിക്കഴിഞ്ഞാൽ ഓവിയൂൾ എന്തായി മാറും? ഓവിയൂൾ സീഡാകും. സീഡ് ഇരിക്കുന്ന അല്ലെങ്കിൽ ഓവിയൂളിൻ്റെ പുറമേയുള്ള വോള്, അതായത് ഓവറി വോൾ എന്ന് പറയുന്നത് എന്തായി മാറും? ഫ്രൂട്ടായി മാറും. ഓവറി വോൾ ബിക്കംസ് ഫ്രൂട്ട് വോൾ. ഫ്രൂട്ട് വോളിനെ എന്താ വിളിക്കുക? പഠിച്ചതാണല്ലോ, പെരികാർപ്പ്. അപ്പോൾ എന്താ പറയുക? ആഫ്റ്റർ ഫെർട്ടിലൈസേഷൻ സൈഗോട്ട് ഡെവലപ്സ് ഇൻ ടു എംബ്രിയോ, ഓവിയൂൾ ഡെവലപ്സ് ഇൻ ടു സീഡ്, ഓവറി ഡെവലപ്സ് ഇൻ ടു ഫ്രൂട്ട്. അതായത് ഓവറി വോൾ എന്തായി മാറും? ഫ്രൂട്ട് വോൾ ഓർ പെരികാർപ്പ്. ഫ്രൂട്ട് ആയിക്കഴിഞ്ഞാൽ പിന്നെ സെപ്പലും പെറ്റലും സ്റ്റേമനും ഒന്നും ആവശ്യമില്ലല്ലോ, അതെല്ലാം പൊഴിഞ്ഞു പോകും. എന്നാൽ ചില ചെടികളിൽ കാലിക്സ് അതായത് സെപ്പൽസ് നിലനിൽക്കാം ഈവൻ ആഫ്റ്റർ ദ ഫോർമേഷൻ ഓഫ് ഫ്രൂട്ട്. അതിനുദാഹരണമാണ് ബ്രിഞ്ചോൾ, ടൊമാറ്റോ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വഴുതനയിലും തക്കാളിയിലും ഒക്കെ ആ ഫ്രൂട്ടിൽ പറ്റിച്ചേർന്ന് കാണുന്ന വിരലുകൾ പോലെ കാണുന്ന അതിൻ്റെ സെപ്പൽസ്. സോ they are called persistent calyx. ഓക്കെ, ഇനി സീഡ് ഉണ്ടായി, അതായത് സൈഗോട്ട് എംബ്രിയോ ആയി. എംബ്രിയോ എവിടെയാണ് കാണുന്നത്? ഓവിയൂളിനകത്താണ്. ഓവിയൂള് സീഡായി മാറി. സൈഗോട്ട് എംബ്രിയോ ആകും. എംബ്രിയോ എവിടെയാണ് കാണുക? സീഡിനുള്ളിലാണ്. അപ്പോൾ സീഡ് ഡിസ്പേഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ സീഡ് ജെർമിനേറ്റ് ചെയ്യും. ഫേവറബിൾ കണ്ടീഷൻ വരുമ്പോൾ ജെർമിനേറ്റ് ചെയ്ത് ഒരു പുതിയ പ്ലാന്റായി മാറും. സോ വാട്ട് ആർ ദ post-fertilization changes in a flower? After fertilization, zygote develops into embryo. അത് ആ സമയത്ത് ഓവിയൂള് സീഡ് എന്ന് വിളിക്കപ്പെടും. ഓവറി വാള് ഫ്രൂട്ട് വോളാകും, പെരികാർപ്പാകും. ബാക്കിയുള്ള ഫ്ലോറൽ പാർട്സ് ആവശ്യം വരുന്നില്ല, അതുകൊണ്ട് പൊഴിഞ്ഞു പോകും മിക്കവാറും. എന്നാൽ പോകാത്ത കേസും ഉണ്ട്. ഏതാണ്? പെർസിസ്റ്റൻറ്റ് കാലിക്സ് ഉള്ള കേസാണ് ബ്രിഞ്ചോൾ, ടൊമാറ്റോ ഒക്കെ. ഇനി സീഡ് ഡിസ്പേഴ്സ് ചെയ്താൽ അത് ജെർമിനേറ്റ് ചെയ്ത് ഒരു ന്യൂ പ്ലാന്റ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പോൾ നമ്മൾ ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ നോട്ട്സ് തയ്യാറാക്കുക. സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട് ബുക്ക് കംപ്ലീറ്റ് ചെയ്യണം. ഇനി അടുത്ത ക്ലാസ്സിൽ നമുക്ക് മറ്റൊരു ചാപ്റ്ററിൽ പരിചയപ്പെടാം. ബൈ.